സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എസ്റ്റിമേഷൻ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ടൈമാണ്. ആദ്യം നമുക്ക് കുറച്ച് എസ്റ്റിമേഷൻ അതിലുള്ള കുറച്ച് ടൈംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് ക്വാണ്ടിറ്റി സർവേയിങ്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ വർക്കിന് ആവശ്യമായ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി, എക്സാക്റ്റ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്നു പറയുന്നത് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് വയ്ക്കുന്നു, അതിൽ ഫ്ലോറിങ് എടുക്കാം, റൂഫ് എടുക്കാം, അതേപോലെ ഫൗണ്ടേഷൻ എടുക്കാം. ഇപ്പോൾ ഫ്ലോറിങ്ങിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടത്, ആ മെറ്റീരിയൽസിൻ്റെയൊക്കെ എക്സാക്റ്റ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തോന്ന് പറയുന്നത്? ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ എക്സാക്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് എസ്റ്റിമേഷൻ. ഓക്കെ, എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒരു വർക്ക്, ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ തുടങ്ങും മുന്നേ ആണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്, അല്ലേ? സോ ഒരു വർക്ക്, ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ആ കൺസ്ട്രക്ഷൻ്റെ ടോട്ടൽ കോസ്റ്റ്, അതായത് എത്ര ഒരു എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ നോക്കുന്നത്. ഒരു എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും നോക്കും, അതോടൊപ്പം ക്വാണ്ടിറ്റീസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മുമ്പേ, ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മുന്നേ ആ വർക്കിന് എത്ര രൂപ ചിലവാകുമോ അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അതിനോടൊപ്പം ആ വർക്കിൻ്റെ ക്വാണ്ടിറ്റീസും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്? എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ദ ടെക്നിക്ക് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ് ആൻഡ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഇൻ എ പർട്ടിക്കുലർ വർക്ക് ബിഫോർ കൺസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് കോസ്റ്റിംഗ്. ഓക്കെ, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്തതിന് ശേഷം, ഒരു വർക്ക് ചെയ്തതിന് ശേഷം ഓരോ പർട്ടിക്കുലർ വർക്കിനും നമ്മൾ എത്ര എമൗണ്ട് ആയെന്ന് എക്സാക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വലിയൊരു ഫ്ലാറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അതിൽ ഓരോ വർക്കിനും, അതായത് ഇപ്പോൾ ഫ്ലോറിങ് എടുക്കാം, റൂഫ് എടുക്കാം, ഫൗണ്ടേഷൻ എടുക്കാം, ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ വർക്കിനും എക്സ്പെക്റ്റായ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ, ആക്ച്വൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ കണക്കാക്കുന്നതിനെയാണ്, കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. വർക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദ ടെക്നിക് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഇൻ എ പർട്ടിക്കുലർ വർക്ക്. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് നീഡ് ഫോർ എസ്റ്റിമേഷൻ. ഒരു എസ്റ്റിമേഷൻ നമ്മൾ എന്തിനൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് അടുത്ത് പറയുന്നത്. ഒരു എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തിനായിരിക്കും? ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആ കൺസ്ട്രക്ഷന് എത്ര കോസ്റ്റ് ആകും, അങ്ങനെ എത്ര എമൗണ്ട് ടോട്ടൽ ആവും എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ വർക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബ്രിക്ക് മേസൺറി എടുത്തു കഴിഞ്ഞാൽ, ഇതിന് ഓരോന്നിനും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇത്ര എമൗണ്ട് എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വച്ചിരുന്നാൽ അതിൽ ആ ഒരു നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിനും നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. ഓക്കെ, അതൊരു കാര്യം. ദെൻ അടുത്തത്, നമുക്കിങ്ങനെ എസ്റ്റിമേഷൻ ചെയ്ത് വെച്ച് ഒരു വർക്കിൻ്റെ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ എസ്റ്റിമേഷൻ എടുത്ത് വച്ചിരുന്നാലേ നമുക്ക് കോൺട്രാക്ടറിനാണ് നമ്മളത് കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെ നമുക്ക് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എസ്റ്റിമേഷൻ എടുത്ത് വച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നീഡ്സ് ഫോർ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ ഓഫ് ദ റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്. ഓക്കെ, അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ എത്ര എമൗണ്ട് ആണോ അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് എസ്റ്റിമേഷൻ എടുക്കുന്നതിലൂടെ കിട്ടും. ദെൻ അടുത്ത പോയിൻ്റാണ് ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ ഓഫ് ദ കോസ്റ്റ് ഓഫ് വർക്ക് ആൻഡ് ഹെൻസ് ഇറ്റ്സ് ഫീസിബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ ഓഫ് ടൈം വർക്കോടാണ്. അതായത് ഇപ്പോൾ ഒരു വർക്ക് എപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നതിനെ പറ്റിയുള്ള ഐഡിയ നമുക്ക് എസ്റ്റിമേഷൻ എടുക്കുന്നതിലൂടെ കിട്ടും. ദെൻ അടുത്ത പോയിൻ്റാണ് ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ ഓഫ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. ആ ഒരു വർക്കിന് എത്ര എമൗണ്ട് ആകും എന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയ നമുക്ക് എസ്റ്റിമേഷൻ എടുക്കുന്നതിലൂടെ പറ്റും. ഇനി അത് കഴിഞ്ഞ് ഹെൻസ്, അങ്ങനെ ഒരു ഐഡിയ, ഒരു കോസ്റ്റിൻ്റെ ഐഡിയ കിട്ടുന്നത് കൊണ്ട് തന്നെ ഫീസിബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു എസ്റ്റിമേഷൻ എടുക്കാതെ ഒരു ബിൽഡിംഗ്, ഒരു വീട് വയ്ക്കുന്നതെന്ന് വെച്ചോ,
സോ എസ്റ്റിമേഷൻ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ തന്നെ ഒന്നൊരു അസ്യൂം ചെയ്യുകയാണ്, ഇത്ര എനിക്കൊരു വീട് വയ്ക്കാൻ ഒരു 30 ലക്ഷം രൂപയാകുമെന്ന് ഞാൻ തന്നെ എസ്റ്റിമേഷൻ എടുക്കാൻ അസ്യൂം ചെയ്ത് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു വർക്കിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഈ ഒരു 30 ലക്ഷം രൂപയ്ക്ക് വർക്ക് തീരുന്നില്ല. ഇനിയും ഒരു 5 ലക്ഷം രൂപ, ഒരു 2 അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ അഡീഷണൽ വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ നമ്മൾ എസ്റ്റിമേഷൻ എടുക്കണം. അപ്പം ഞാനിപ്പോൾ എസ്റ്റിമേഷൻ എടുത്തിട്ടാണ് ഞാനൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇത്ര എമൗണ്ട് ആകും എന്നെനിക്ക് നേരത്തെ അറിയാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ അതിനെയാണ് ഇറ്റ് ഗിവ്സ് an ഐഡിയ ഓഫ് ദ കോസ്റ്റ് ഓഫ് വർക്ക് ആൻഡ് ഹെൻസ് ഇറ്റ് ഫീസിബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ദെൻ അടുത്ത പോയിന്റാണ് ഇറ്റ് റിക്വയർസ് ടു കൺട്രോൾ ദ എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫൗണ്ടേഷന് 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ് നമ്മൾ എസ്റ്റിമേഷൻ ഇട്ടിരിക്കുന്നതെങ്കിൽ ഒന്നേ ആ എമൗണ്ടിൻ്റെ അത് തീർക്കാൻ നമ്മൾ നോക്കുമല്ലേ. സോ അങ്ങനെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും, നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ് റിക്വയർഡ് ടു ഇൻവൈറ്റ് ടെൻഡർ. ഓക്കെ, നമ്മൾ ടെൻഡർ കോൺട്രാക്ടറുകൾക്കാണ് ഒരു വർക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാനും നമുക്ക് എസ്റ്റിമേഷൻ ആവശ്യമാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഡേറ്റാസ് റിക്വയർഡ് ടു പ്രിപ്പയർ ആൻഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി സർവേ എന്തെന്ന് പഠിച്ചു, എസ്റ്റിമേഷൻ എന്തെന്ന് പഠിച്ചു, കോസ്റ്റിംഗ് പഠിച്ചു, ഒരു എസ്റ്റിമേഷൻ്റെ ആവശ്യകതകൾ പഠിച്ചു. ദെൻ ഈ എസ്റ്റിമേഷൻ തയ്യാറാക്കാൻ ആവശ്യമായ ഡേറ്റാസാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, ആ ഡേറ്റാസ് എന്ന് പറയുമ്പോൾ 3 ഡേറ്റാസ് നമുക്ക് വേണം ഇവിടെ. അതൊക്കെയാണ് ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ, റേറ്റ്. ഓക്കെ, ഏതൊക്കെയാണ് നമുക്കൊരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഡേറ്റാസ് ഏതൊക്കെയാണ്? ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ, റേറ്റ്. നമുക്കിങ്ങനെ DSR എന്ന് ഓർമ്മിക്കാം. ഓക്കെ, DSR ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. DSLRൽ L മാറ്റുക, ദെൻ DSR. ഓക്കെ, DSR എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ ഡേറ്റാസാണ് ആവശ്യമുള്ളത്? ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ, റേറ്റ്. ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ, റേറ്റ്. ഇനി നമുക്ക് ഓരോന്നിനെ പറ്റി പഠിക്കാം. ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രോയിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് ആയിരിക്കണം. അതായത് ഡ്രോയിങ് മസ്റ്റ് ബി ക്ലിയർ വിത്ത് കംപ്ലീറ്റ്ലി ഡയമെൻഷൻ. ഓക്കെ, ഡ്രോയിങ് എടുത്തു കഴിഞ്ഞാൽ ഡയമെൻഷൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് ആയിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉള്ള ഒരു ഡ്രോയിങ് ആയിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. ദെൻ അടുത്ത് ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ്ങിൽ പ്ലാൻ ഉണ്ടാവും, സെക്ഷൻ ഉണ്ടാവും, എലിവേഷൻ ഉണ്ടാവും, ദെൻ ലേഔട്ട് പ്ലാൻ ഉണ്ടാവും, സൈറ്റ് പ്ലാൻ ഉണ്ടാവും, അങ്ങനെ സർവീസ് പ്ലാൻ ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇനി ഇവ ഓരോന്നിനും ഓരോ സ്കെയിലുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സ്കെയിലൂടെ നമുക്കിവിടെ പഠിക്കാം. അതിൽ ആദ്യത്തേതാണ് ലേഔട്ട് പ്ലാൻ. ഓക്കെ, ലേഔട്ട് പ്ലാൻ. ലേഔട്ട് പ്ലാനിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 1:400. ഓക്കെ, 1:400 അല്ലെങ്കിൽ ഇത് 1:500 ചെയ്യാം. ഓക്കെ, അപ്പോൾ ലേഔട്ട് പ്ലാനിൻ്റെ സ്കെയിൽ എത്രയാണ്? 1:400 അല്ലെങ്കിൽ 1:500 ആണ്. ദെൻ അടുത്തതാണ് സൈറ്റ് പ്ലാൻ. ഓക്കെ, സൈറ്റ് പ്ലാനിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:400 ആണ്. ഓക്കെ, 1:400 ആണ് സൈറ്റ് പ്ലാനിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സർവീസ് പ്ലാൻ. ഓക്കെ, സർവീസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിൽ വരുന്നത് 1:400 തന്നെയാണ്. ഓക്കെ, സർവീസ് പ്ലാനിൻ്റെ 1:400 ആണ്. സർവീസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? നമ്മുടെ ഇലക്ട്രിക് ലൈൻസ്, വാട്ടർ പൈപ്പ് ലൈൻസിൻ്റെ ഒക്കെയാണ് സർവീസ് പ്ലാനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ലേഔട്ട് പ്ലാനിൽ 1:400 ആണ് അല്ലെങ്കിൽ 1:500 ആണ് സ്കെയിൽ. സൈറ്റ് പ്ലാനിൽ 1:400 ആണ്. അതുപോലെ സർവീസ് പ്ലാനിലും 1:400 ആണ്. ഇനി നമ്മൾ പറഞ്ഞു പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ. ഓക്കെ, പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ. ഓക്കെ, പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ സ്കെയിൽ എത്രയാണ്? 1:100. ഓക്കെ, 1:100 ആണ് പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ്റെ സ്കെയിൽ വരുന്നത്. ഇനി ഒരു ടൈം കൂടെ ഉണ്ട്, അതാണ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്. ഓക്കെ, ഡീറ്റെയിൽഡ് ഡ്രോയിങ്. ഓക്കെ, ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൻ്റെ സ്കെയിൽ വരുന്നത് 1:10. ഓക്കെ, 1:10 to 1:29 വരുന്നു. ഓക്കെ, 1:10 to 1:29 ആണ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൻ്റെ സ്കെയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എങ്ങനത്തെ ഡ്രോയിങ്സ് ആയിരിക്കണം? ഡയമെൻഷൻസ് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ട് ഡയമെൻഷൻ ചെയ്ത ഡ്രോയിങ് ആയിരിക്കണം നമ്മൾ ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഇനി അതിലുള്ള സ്കെയിൽസ് ആണ് പറയുന്നത്. ലേഔട്ട് പ്ലാന് 1:400 അല്ലെങ്കിൽ 1:500 ആയിരിക്കും. സൈറ്റ് പ്ലാനിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:400 ആയിരിക്കും. സർവീസ് പ്ലാനിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1:400 ആയിരിക്കും. അതുപോലെ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ്റെ സ്കെയിൽ വരുന്നത് 1:100 ആണ്. ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൻ്റെ സ്കെയിൽ വരുന്നത് 1:10 to 1:29. ഓക്കെ,
അങ്ങനെ ഡ്രോയിങ്സ് പഠിച്ചു. ദെൻ അടുത്ത ടേമാണ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ്ങിൽ നമ്മൾ ഡയമെൻഷൻസും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനത്തെ ഡയമെൻഷൻസ് അല്ലാത്ത, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രിക്ക്, ഏത് തരം ബ്രിക്കാണ്, ഒരു നമ്മുടെ ചുടുകല്ലാണോ അല്ലെങ്കിൽ മറ്റേ സോളിഡ് ബ്രിക്കാണോ അല്ലെങ്കിൽ AC ബ്ലോക്കാണോ, അങ്ങനെ ടൈപ്സ് ഓഫ് ബ്രിക്ക്, ഏത് ടൈപ്സ് ബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ മിക്സ് പ്രപ്പോർഷൻ, നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ, അങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിനെയാണ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സ്പെസിഫിക്കേഷൻ എന്ന ഭാഗത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻഫർമേഷൻ വിച്ച് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ഡ്രോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ സ്പെസിഫിക്കേഷൻ. അതായത് ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങൾ, ഉൾപ്പെടുത്താത്ത ഇൻഫർമേഷൻസ് നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തുന്നത്? സ്പെസിഫിക്കേഷൻ ഉൾപ്പെടുത്തുക. നമുക്കിപ്പോൾ ഒരു ബ്രിക്കിൻ്റെ ടൈപ്പ്, അതുപോലെ മിക്സ് പ്രപ്പോർഷൻ, അതൊന്നും നമുക്ക് ഈ ഡ്രോയിങ്ങിൽ എടുക്കാൻ പറ്റത്തില്ല, ഡ്രോയിങ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ആ കാര്യങ്ങളെല്ലാം നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന ഭാഗത്താണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി ഈ സ്പെസിഫിക്കേഷനിൽ തന്നെ 2 തരം സ്പെസിഫിക്കേഷൻ ഉള്ള. അതിലാദ്യത്തേതാണ് ജനറൽ സ്പെസിഫിക്കേഷൻ. ഓക്കെ, ജനറൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണുള്ള സ്പെസിഫിക്കേഷൻ? 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ജനറൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇനി ഈ ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വർക്കിൻ്റെ നേച്ചർ, ഓക്കെ, വർക്കിൻ്റെ നേച്ചറാണ്, ദെൻ ക്വാളിറ്റി, ക്ലാസ് ഓഫ് വർക്ക്, മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ജനറൽ ടേംസ് പറയുന്നതിനെയാണ് അങ്ങനെയുള്ള ജനറൽ ടേംസ് ആണ് ഈ ഒരു ജനറൽ സ്പെസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി. ഓക്കെ, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വരുന്നു, അതിൻ്റെ ക്വാണ്ടിറ്റീസ് വരുന്നു, ദെൻ നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മിക്സ് പ്രപ്പോർഷൻ വരുന്നു, ദെൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ വരുന്നു, എക്സിക്യൂഷൻ ഓഫ് വർക്ക് വരുന്നു. ഇങ്ങനത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ജനറൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി, എങ്ങനത്തെ വർക്കിൻ്റെ നേച്ചർ, അതുപോലെ ഏത് ക്ലാസ് ഓഫ് വർക്ക്, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഈ ജനറൽ സ്പെസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡേറ്റാസ് വേണമെന്ന് പറഞ്ഞു? ഡ്രോയിങ്സ് വേണം, സ്പെസിഫിക്കേഷൻ വേണം, റേറ്റ് വേണം, അല്ലേ? അപ്പോൾ നമ്മൾ ഡ്രോയിങ്സും സ്പെസിഫിക്കേഷനെയും പറ്റി പഠിച്ചു. ദെൻ അടുത്തതാണ് റേറ്റ്. ഓക്കെ, റേറ്റ് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ടു സ്പെൻഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നമ്മളൊരു വീട് വയ്ക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 2500 റുപ്പീസ്, അങ്ങനത്തെ ഒരു അളവിൽ, അങ്ങനത്തെ ഒരു റേറ്റാണ് അവർ പറയുന്നത്. അതുപോലെ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റീസിന് എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് റേറ്റിൽ വരുന്നത്. ഓക്കെ, റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റിക്ക് എത്ര എമൗണ്ട് ആകും എന്ന് പറയുന്നതാണ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു സ്ക്വയർ ഫീറ്റിന് 2500 രൂപ, അതുപോലെ ഒരു എം ക്യൂബിന് ഇത്ര രൂപ, അങ്ങനെയൊക്കെ ഒരു യൂണിറ്റ് ക്വാണ്ടിറ്റിക്ക് എത്ര എമൗണ്ട് ആണോ പറയുന്നത്, അങ്ങനെ പറയുന്നതിനാണ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എസ്റ്റിമേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ കഴിഞ്ഞു. അതായത് ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഡേറ്റാസ് എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത് റേറ്റ് അനലൈസിസ് ആണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ റേറ്റില്ലേ, ആ റേറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആ റേറ്റ് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കോൺട്രാക്ടറിനാണ് നമ്മളിപ്പോൾ ഒരു വർക്ക് കൊടുക്കുന്നതെങ്കിൽ ആ കോൺട്രാക്ടർ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയാണ്, അല്ലെങ്കിൽ ഒരു എം ക്യൂബിന് ഇത്ര രൂപയാണ് എന്ന് പറയുന്നതിന് കുറേ കാര്യങ്ങൾ, കുറച്ച് ഡീറ്റെയിൽസ് അവർ കൺസിഡർ ചെയ്യും. ആ കൺസിഡർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതിലാദ്യത്തേതാണ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ഒരു മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും ലേബർ ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ ഒരു എം ക്യൂബ് വർക്ക് ചെയ്യാൻ എത്ര ലേബർ വേണം, ഓക്കെ, അല്ലെങ്കിൽ ഒരു എം ക്യൂബ് വർക്ക്, ഒരു കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര റോ മെറ്റീരിയൽസ് വേണം. അങ്ങനെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യും, ക്വാണ്ടിറ്റി അനലൈസ് ചെയ്യും. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ ആ ടൈം നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ, നമ്മൾ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ പോരാ, അതിൻ്റെ കോസ്റ്റും, മെറ്റീരിയലിൻ്റെ കോസ്റ്റും ലേബറിൻ്റെ കോസ്റ്റും നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ അടുത്ത് എന്തെങ്കിലും ഇക്വിപ്മെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, ഓക്കെ, അതിൻ്റെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഓവർ ഹെഡ് ചാർജസ് എടുക്കും. ദെൻ കോൺട്രാക്ടറിൻ്റെ പ്രോഫിറ്റ് എടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ്
ഒരു റേറ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു m³ എത്ര രൂപയാകുന്നു അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയാകുന്നു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ, അത് ഏതൊക്കെയാണടാ? ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ, കോസ്റ്റ് ഓഫ് ഇക്വിപ്മെൻറ്റ്, ഓവർ ഹെഡ് ചാർജ്, ദെൻ കോൺട്രാക്ടറിനുള്ള പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിൽ ഈ ഓവർ ഹെഡ് ചാർജസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സൈറ്റിലോട്ട് വാട്ടർ സപ്ലൈ ചെയ്യണം. അവിടെ വാട്ടറിൻ്റെ ഇതില്ല, ദെൻ നമ്മൾ അഡീഷണൽ സപ്ലൈ ചെയ്യണം. അത് ഓവർ ഹെഡ് ചാർജിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സപ്ലൈ ഒന്നും കിട്ടത്തില്ല നമുക്ക് ആദ്യം. സോ അത് നമ്മൾ ഓവർ ഹെഡ് ചാർജിൽ ചെയ്യും. ദെൻ ആ വർക്കിന് നമ്മൾ സൂപ്പർവിഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു സൂപ്പർവൈസറിനെയൊക്കെ നമ്മൾ നിയമിക്കും അല്ലേ, അതൊക്കെ അവർക്ക് നമ്മൾ സാലറി കൊടുക്കണം. അതൊക്കെ ഈ ഓവർ ഹെഡ് ചാർജിലാണ് വരുന്നത്. അതുപോലെ ഓഫീസ്, നമ്മളിപ്പോൾ ഒരു വലിയ ഫ്ലാറ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചെറിയൊരു ബിൽഡിംഗ് വെച്ച് ഓഫീസ് പോലെ നമ്മുടെ സാധനങ്ങൾക്ക് കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് കൊണ്ടിരിക്കുക, അതിൽ നിന്ന് റെൻറ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ, അതിനുള്ള ചാർജും അങ്ങനെയുള്ള ഓഫീസ് റെൻറ്റിൻ്റെ കാര്യങ്ങളും ഈ ഓവർ ഹെഡ് ചാർജസിൽ വരും. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഇങ്ങനെയുള്ളതൊക്കെ, അതായത് വാട്ടർ സപ്ലൈ, ഇലക്ട്രിക്കൽ സപ്ലൈ, സൂപ്പർവിഷൻ, ഓഫീസ് റെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള ചാർജൊക്കെയാണ് ഈ ഓവർ ഹെഡ് ചാർജിൽ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്. ഓക്കെ, ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് 2 ബുക്കാണ്. ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്ന ഒരു 2 ബുക്കാണ്. നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ബുക്കിലുള്ള വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മളൊരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുന്ന ബുക്കിൽ ഉണ്ടാകുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം കറണ്ട് ഷെഡ്യൂൾ ഓഫ് റേറ്റ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ റേറ്റും ലേബറിൻ്റെ റേറ്റും എത്രയാണോ അത് കറണ്ട് ഷെഡ്യൂൾ വെച്ചിട്ട് ആ ഒരു ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന ബുക്കിലുണ്ടായിരിക്കും. അതായിരിക്കും ആ റേറ്റ് ആയിരിക്കും നമ്മൾ എസ്റ്റിമേഷൻ പ്രിപ്പയർ ഒരു ഗവൺമെൻറ്റിൻ്റെ വർക്കൊക്കെ ആണെങ്കിൽ ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റേറ്റ് ആയിരിക്കും എടുക്കുന്നത്. അതായത് മെറ്റീരിയൽസിൻ്റെ റേറ്റും ലേബറിൻ്റെ റേറ്റും നമ്മൾ ആ ബുക്ക് നോക്കിയിട്ടായിരിക്കും നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ, ലേബർ. ഇപ്പോൾ ഒരു റൂഫ് ചെയ്യാൻ അല്ലെങ്കിൽ ബിൽഡിംഗ് ചെയ്യാൻ എത്ര മെറ്റീരിയൽസ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ എത്ര വേണോ, അതുപോലെ തന്നെ എത്ര ലേബർ വേണോ, അതൊക്കെ ഈ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിൽ ഇൻബിൾഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഒരു യൂണിറ്റിന് എത്ര മെറ്റീരിയൽസ് വേണം, ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ എത്ര ലേബർ വേണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡാറ്റാസൊക്കെ എടുത്തു വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ഷെഡ്യൂൾ ഓഫ് റേറ്റും സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കും. ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയലിൻ്റെ റേറ്റും ലേബറിൻ്റെ റേറ്റും ആയിരിക്കും ആ ബുക്കിലുണ്ടാവുക. സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ക്വാണ്ടിറ്റീസ് ആയിരിക്കും സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിൽ ഉണ്ടായിരിക്കുക. ദെൻ അടുത്ത ടേമാണ് സാങ്ഷൻ. ഓക്കെ, സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു കോളേജ് ബിൽഡിങ്ങോ വയ്ക്കണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്തോന്ന് വാങ്ങണം? സാങ്ഷൻ വാങ്ങണം. ഓക്കെ, അങ്ങനെ സാങ്ഷൻ്റെ കുറച്ച് ടൈപ്സാണ് നമ്മളിവിടെ നോക്കുന്നത്. മൂന്ന് ടൈപ്സ് സാങ്ഷൻ ഉള്ള. ആദ്യത്തേത് ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, ടെക്നിക്കൽ സാങ്ഷൻ, ഫിനാൻഷ്യൽ സാങ്ഷൻ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമ്മൾ AS എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, AS എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ സാങ്ഷന് നമ്മൾ എന്തെന്ന് പറയുന്നു? TS എന്ന് പറയാറുണ്ട്. ഫിനാൻഷ്യൽ സാങ്ഷന് നമ്മൾ FS എന്നും പറയാറുണ്ട്. ഓക്കെ, നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയാൻ മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സ്കൂൾ ബിൽഡിംഗ് വയ്ക്കുന്നതെന്ന് വെച്ചോ. സ്കൂൾ ബിൽഡിംഗ് വയ്ക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു സാങ്ഷൻ വാങ്ങണം. അതായത് നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റും ഡ്രോയിങ് ഒക്കെ വെച്ചിട്ട് ഒരു സാങ്ഷൻ നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആദ്യം വാങ്ങണം. അതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ഡിനോട്ട് ദ ഫോർമൽ അക്സെപ്റ്റൻസ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റൽ കൺസേൺ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും നമ്മളൊരു അതിൻ്റെ ഒരു സാങ്ഷൻ വാങ്ങേണ്ടത്. ആദ്യത്തേത് അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് പ്രിലിമിനറി പ്ലാൻസ് ആണ്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് പ്രിലിമിനറി പ്ലാൻസ് പ്രിപ്പയർഡ് ബൈ ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ സബ്മിറ്റഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമ്മൾ പോകുമ്പോഴത്തേക്കും എന്താണെന്നൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം? അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രിലിമിനറി പ്ലാൻസും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ,
അത്രയും ഡേറ്റാസാണ് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എവിടെയാണ് കൊടുക്കുന്നത്? അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് കൺസേൺ ആയിട്ടുള്ള, അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് ഹെഡായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നമ്മൾ ആദ്യം സാങ്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ ഒരു സ്കൂളുണ്ടെന്ന് വെച്ചോ, ആ സ്കൂളിൽ ഇപ്പോൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബിൽഡിംഗ് വയ്ക്കണം. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിന് വേണ്ടിയിട്ട് സാങ്ഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റും പ്രിലിമിനറി പ്ലാൻസും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ കൊടുക്കുമ്പോൾ അവർ തീരുമാനിക്കും ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് അവിടെ വേണമോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് റൂം അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ആ ഒരു അപ്രോക്സിമേറ്റുള്ള എസ്റ്റിമേറ്റും ദെൻ നമ്മൾ കൊടുക്കുന്ന പ്ലാനും ഒക്കെ വെച്ചിട്ട് അവർ സാങ്ഷൻ തരും. ഓക്കെ, അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. ദെൻ അടുത്തതാണ് ടെക്നിക്കൽ സാങ്ഷൻ. അങ്ങനെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് കിട്ടി. ദെൻ അടുത്ത ടെക്നിക്കൽ വിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന സാങ്ഷനാണ് ടെക്നിക്കൽ സാങ്ഷൻ. അവിടെ നമ്മൾ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി കൊടുക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേഷൻ ആയിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ഡ്രോയിങ് ആയിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽ ഡിസൈൻ ആയിരിക്കണം. ദെൻ ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ സാങ്ഷന് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പം ഇറ്റ് മീൻസ് ദ സാങ്ഷൻ ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ഡിസൈൻ, ക്വാണ്ടിറ്റി ഓഫ് വർക്ക് എക്സെട്ര ബൈ ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ഏത് ടെക്നിക്കൽ വിങ്ങിൽ നമ്മൾ ഒരു ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി കൊടുക്കുമ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും ഡിസൈനും ക്വാണ്ടിറ്റീസ് ഓഫ് വർക്കും ഒക്കെ ആയിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഫിനാൻഷ്യൽ സാങ്ഷൻ. ഓക്കെ, ഫിനാൻഷ്യൽ ഇപ്പം നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ പറഞ്ഞു, അതിൽ നമ്മൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ സാങ്ഷൻ വാങ്ങാൻ പോകുമ്പോൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ടെക്നിക്കൽ സാങ്ഷൻ വരുമ്പോൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന് ഒന്നുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടി വരും. മറ്റത് ആദ്യമേ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിരുന്നാൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ സാങ്ഷനിൽ നമുക്ക് ആ എസ്റ്റിമേഷൻ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തതാണ് അവിടെ ഫിനാൻഷ്യൽ സാങ്ഷൻ. ഫിനാൻഷ്യൽ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമുക്ക് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാങ്ഷനെയാണ് ഫിനാൻഷ്യൽ സാങ്ഷൻ എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഫണ്ട് ഫോർ എ സ്പെസിഫിക് വർക്ക് ഇറ്റ് ഈസ് യൂഷ്വലി അക്കോർഡഡ് ബൈ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും ഫിനാൻഷ്യൽ സാങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ സാങ്ഷനെ നമ്മൾ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ സാങ്ഷനെ നമ്മൾ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് എന്തെന്നൊക്കെ പഠിച്ചു? എസ്റ്റിമേഷനിൽ ക്വാണ്ടിറ്റി സർവേ പഠിച്ചു. ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്കിന് വേണ്ട വേരിയസ് ഐറ്റംസിൻ്റെ എക്സാക്റ്റ് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കുന്നതിനാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. ദെൻ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ അതിന് എത്ര എക്സ്പെക്റ്റഡ് എമൗണ്ട് ആകും, എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും ദെൻ ക്വാണ്ടിറ്റീസും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിന് എത്ര എമൗണ്ട് എക്സാക്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ എത്ര എമൗണ്ട് ആയോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ എസ്റ്റിമേഷൻ്റെ നീഡ്സ് നമ്മൾ നോക്കി. ദെൻ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ എന്തോന്നൊക്കെ ഡേറ്റാസ് വേണം? ഒരു ഡ്രോയിങ് വേണം, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയമെൻഷൻസ് മാർക്ക് ചെയ്ത ഒരു ഡീറ്റെയിൽഡ് ഡ്രോയിങ് വേണം. ദെൻ സ്പെസിഫിക്കേഷൻ വേണം. ദെൻ റേറ്റ് വേണം. ദെൻ സ്പെസിഫിക്കേഷൻ എത്ര ടൈപ്സ് ഉണ്ട്? ജനറൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ദെൻ റേറ്റ് പറഞ്ഞു. ആ റേറ്റ് നമ്മൾ എങ്ങനെയാണ് അനലൈസിസ് ചെയ്യുന്നത്, ആ റേറ്റ് അനലൈസിസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദെൻ അടുത്ത 2 ടേമാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റും സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കും, അത് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത് സാങ്ഷനെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.